ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുട്ടുപൊടി കൊണ്ട് വട്ടുപത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ നല്ല ചൂര മീൻ കറി തേങ്ങ അരച്ച് വെക്കുന്നത് അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാകുമെന്ന് അറിയില്ല. ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ പുട്ടുപൊടി കൊണ്ടൊന്ന് വട്ടുപത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ അങ്ങനെ വാട്ടാം കേട്ടോ. അതിലോട്ട് തേങ്ങ, ചെറിയ ഉള്ളി, വലിയ ജീരകം ചതച്ചത് നമുക്ക് ഈ പുട്ടുപൊടിയിലോട്ടാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടിയ മാവിലോട്ടാണ് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടത്. എന്നിട്ട് നമ്മൾ കയ്യിൽ വട്ടുപത്തിരിയുടെ ആകൃതിയിൽ നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതാ ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് വരും. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടില്ലെല്ലാം മുരാന്നുള്ള അടിപൊളി വട്ടുപത്തിരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. കരിഞ്ചീരകം ഇടണം വിചാരിച്ചു, പക്ഷേ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അരി അടുപ്പത്തിട്ട് ഇടുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരി അടുപ്പത്ത് ഇടുകയാണ്. ഇനിയിപ്പോൾ ചൂരയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കറി വെക്കണം, വറുക്കും വേണം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നന്നായിട്ട് ഈ ചൂര മീൻ ഭയങ്കര ബ്ലഡുള്ള മീനാണല്ലോ അല്ലേ. അപ്പോൾ ഇതിന് വേണ്ട മല്ലിയും മുളകൊക്കെ ഞാൻ വറുത്തരക്കുകയാണ്. വറുത്ത് വെച്ചാൽ നല്ല പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങയിലോട്ട് ചെറിയ ഉള്ളി, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ലേശം ഫിഷ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കതാണ്ട് ഓഫ് ചെയ്യാം. കരിയാതെ നോക്കണം കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് വരും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉലുവ, അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമുക്കതിലോട്ട് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കത് വല്ലാതെ വെന്തോടേണ്ട ആവശ്യമില്ല കേട്ടോ. മീൻ കറിയിലൊക്കെ നമ്മൾ തക്കാളി ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇനി പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുള്ളവർക്ക് അത്യാവശ്യം പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു അത്യാവശ്യം എരിവുള്ള പച്ചമുളകായ കാരണം 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീൻ കറിക്ക് നല്ല എരിവ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മല്ലിയും മുളകൊക്കെ ആയിട്ട് അരച്ച് വെച്ച നമ്മളെ അരപ്പുണ്ടല്ലോ, അത് ഇതിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിലോട്ട് പുളി വേണം. അപ്പോൾ കൊടുമ്പുളി ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. അല്ലാത്തവർ പുളി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുക. പുളി എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചൂരമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചത് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ മീനിലോട്ട് ബാക്കിയുള്ള മീനൊന്ന് വറുത്തെടുക്കണം. അതിന് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. പിന്നെ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലേശം സുറുക്കയും അതുപോലെ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഫിഷ് മസാല ആക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചിക്കനിലും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ വലിയ ജീരകം കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഇനി അതിലോട്ട് നമ്മളെ മീനാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മസാല എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് ലേശം എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് മീനിട്ട് കൊടുക്കുക കേട്ടോ. 2 3 മീനൊക്കെ ഇട്ടിട്ട് പൊരിച്ചിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉടയാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു സ്മെല്ല് തന്നെ ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിതിൽ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ മീൻ വറുക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കാം. നിങ്ങളൊക്കെ അങ്ങനെ ചേർക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇല്ലാത്തവർ ഒന്ന് ഇതുപോലെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി പോലെ ഒന്ന് മീനിൻ്റെ മസാല ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് കേട്ടോ ഈ ഒരു മുളകിൻ്റെ തൈ. അപ്പോൾ അതിന്മേ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മുളകാണ്. ഉണ്ട മുളക് നടാടെ കാണുകയാണ് കേട്ടോ ഇങ്ങനത്തെ മുളക്. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഓംലേറ്റ് പൊരിക്കുമ്പോൾ അതിലോട്ട് ഇട്ടോക്കുമ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം.
അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ ഫീഡ്ബാക്കായി അറിയിക്കുക കേട്ടോ. താങ്ക് യു.